ഹലോ കൂട്ടുകാരെ, പുറത്ത് നല്ല മഴ നടക്കുക. അകത്തിരുന്ന് മോനിരുന്ന് അമ്മുക്കുട്ടിയുടെ ബുക്കെല്ലാം നോക്കുക. ഇതുവരെയായിട്ട് മമ്മി ഇതൊന്നും പൊതിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കും സുഖമില്ലായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. ഞാനിതൊക്കെ അങ്ങ് പെൻഡിങ് ഇട്ടിരിക്കുമായിരുന്നു. കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ ഞാൻ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞാനും കൂടെ വന്നിരുന്നു ബുക്കെല്ലാം അടുക്കി പറക്കി നോക്കി. നോട്ട്ബുക്കും അത്യാവശ്യം മോൻ്റെ നോട്ട്ബുക്കുകൾ, പേപ്പർ, പൊതിയാനുള്ള പേപ്പർ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിയത് തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല ലാഭത്തിന് കിട്ടി. മോന് പിന്നെ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് അടുക്കി പറക്കിയെന്ന് വെച്ചു. എല്ലാം ഒരിടത്തോട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ അവളുടെ ബുക്കെല്ലാം പൊതിയാൻ വേണ്ടിയുള്ള പേപ്പറെല്ലാം നോക്കി, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ മോനും ബാഗ് അധികം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുഖം വല്ലാതെ മ്ലാനമായിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ അവന് ഷൂ ഒന്നും വാങ്ങിയില്ല, കഴിഞ്ഞ വർഷത്തെ ഉണ്ട്. പിന്നെ യൂണിഫോം എല്ലാം അങ്ങ് തയ്ക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കുക. ഇപ്പം എന്നിട്ടും അവന് ബാഗിനോടൊരു ഒരു ഇഷ്ടം വന്നിട്ടില്ല. അവൻ പറഞ്ഞ കമ്പനി വേറെ ആയിരുന്നു എന്നോട് ബാഗിൻ്റെ. പിന്നെ ഞാനൊരു സെറ്റ് പേന, 5-6 നോട്ട്ബുക്ക്, പെൻസില്, അങ്ങനെയുള്ള സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ട്. പൗച്ച് വേണ്ടെന്ന് പറഞ്ഞു. പൗച്ച് വാങ്ങിയപ്പോൾ വലുതായില്ലേ, അമ്മുക്കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാക്കി എല്ലായിടത്തും ഞാൻ പേപ്പറൊക്കെ പൊതിയാൻ കൊടുത്തിട്ട് ഞാനും അമ്മുക്കുട്ടിയുടെ ബുക്കെല്ലാം പൊതിയാൻ തുടങ്ങി. ആ ടൈമിൽ അമ്മുക്കുട്ടി ഓടി വരുന്നുണ്ട്. പിന്നെ അവൾ ബുക്കിലൊക്കെ വരയ്ക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ TV ഒക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഒരറ്റത്തോട്ട് അങ്ങ് ഇരുത്തി. ഞാൻ കുറച്ച് നേരം എടുത്തു ഇങ്ങനെ പൊതിയാനൊക്കെ. ഒരു 3-4 ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ അവൾക്ക്. പിന്നെ അക്ഷരമൊക്കെ അറിയാം, എങ്കിലും ഒരു അടുക്കും ചിട്ടയും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതാണ് പോയിച്ചു. ഇടയ്ക്ക് അമ്മുക്കുട്ടി വന്ന് ബുക്കെല്ലാം എടുത്ത് വായിച്ച് നോക്കി. പിന്നെ അണ്ണൻ്റെ പേന ഒഴിച്ചിട്ട് പേന എടുത്തോണ്ട് പോയി. ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പിട്ട് ഞങ്ങളെല്ലാ ബുക്കും ഒരു അരമണിക്കൂറിൻ്റെ എല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചു. ബൈ.